ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ശുഭദാമ്പത്യം എന്ന പാഠത്തില് ഈ ഒരു യാത്രയില് രണ്ടാമത്തെ അധ്യായമാണ്. രണ്ടാമത്തെ അധ്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ അധ്യായത്തില് സ്ത്രൈണതയും പരുഷം എന്നുള്ള ആദ്യ അധ്യായമാണ്. ആമുഖമാണ് ഒന്നാമത് നമ്മൾ അവതരിപ്പിച്ചത്. അതിൽ നാലാമത്തെ പാഠം ഈ സ്ത്രൈണത എന്ന് പറയുന്നതിന് ചില ഗുണങ്ങളുണ്ട്, ചില പ്രത്യേക ഗുണങ്ങൾ. ആ ഗുണങ്ങളിലെ ചിലത് നമ്മളൊന്ന് വെറുതെ പരിശോധിക്കുകയാണ്. അപ്പോ അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ്: Attributes of femininity generally emphasize symmetry and emotions. സ്ത്രൈണ മാനസികതയും വ്യക്തിത്വ ഗുണങ്ങളും. സ്ത്രൈണത എപ്പോഴും നിലവിലുള്ള സ്ഥിതിയെ നിലനിർത്തിക്കൊണ്ടുപോകുവാൻ സദാ ശ്രമിക്കുന്ന ഒന്നാണ്. ഈ അവസ്ഥയാണ് സുസ്ഥിരത. തന്നെയും താൻ നിൽക്കുന്ന ചുറ്റുപാടിനെയും അതേപടി നിലനിർത്തിക്കൊണ്ടുപോകുവാൻ സ്ത്രൈണത സദാ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ താൻ ഉൾപ്പെടുന്ന വ്യവസ്ഥയിലെ എല്ലാ ഘടകങ്ങളുമായും തുല്യ അകലത്തിലും പ്രാധാന്യത്തിലും സദാ ബന്ധപ്പെട്ട് നിൽക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യും. സ്ത്രൈണ വ്യക്തിത്വങ്ങൾ അവർ നിലകൊള്ളുന്ന വ്യവസ്ഥയാകുന്ന കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളുമായും ബന്ധപ്പെട്ട് നിൽക്കും. അതേസമയം അതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായി നിലകൊള്ളുവാനുള്ള പ്രവണത അവരിൽ കുറവായിരിക്കും. എല്ലാത്തിനെയും ഒരുപോലെ കൈകാര്യം ചെയ്യുന്നതിനാൽ തിരക്കൊഴിഞ്ഞൊരു സമയം അവർക്കുണ്ടാകുകയില്ല. കാര്യങ്ങളെയെല്ലാം വൈകാരികമായ സംജ്ഞകളാൽ പരസ്പരം ബന്ധിക്കുകയും ഓർമ്മകൾ വൈകാരികമായി ക്രമപ്പെടുകയും ചെയ്യും. ഉദാഹരണത്തിന്, സ്ത്രൈണ വ്യക്തിത്വങ്ങളുടെ ജീവിത ചലനത്തിന് കാരണമാകുന്ന വ്യക്തികളുമായോ സാഹചര്യങ്ങളുമായോ ബന്ധപ്പെടുന്നതിന് പകരം അപ്പോഴുണ്ടാകുന്ന വികാരങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളുമായാണ് അവരതിനെ ബന്ധിപ്പിക്കുക. ഇതാണ് ഈ പാഠത്തിൽ പറയുന്ന കാര്യങ്ങളുടെ രത്ന ചുരുക്കം. ആട്രിബ്യൂട്ട്സ് ഓഫ് ഫെമിനിറ്റി. ഫെമിനിറ്റി അല്ലെ, സ്ത്രൈണത എന്ന് പറയുന്നതിന്റെ ഗുണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പൊ സ്ത്രൈണതയുടെ ഗുണം എന്ന് പറയുന്നത് സിമെട്രി, സമമിതി എന്നതിലും വൈകാരികതയിലുമാണ് അത് ഊന്നൽ നൽകുന്നത് എന്നതാണ് സൂചിപ്പിക്കുന്നത്. നിലവിലുള്ള സ്ഥിതിയെ നിലനിർത്തിക്കൊണ്ടുപോകാൻ സദാ ശ്രമിക്കുന്ന ഒന്നാണ് സ്ത്രൈണത. അപ്പൊ നിലവിലുള്ള സ്ഥിതി എന്ന് പറയുമ്പോ എന്റെ വീട് ഇവിടെ ഉണ്ട്, ആ വീട് വേറൊരു രൂപത്തിലേക്ക് ആവുക എന്നുള്ളത്, പുതിയൊരു നിർമ്മിതിയിലേക്ക് പോവുക എന്നുള്ളത് സ്ത്രീയുടെ പ്രധാന വിഷയമായിരിക്കില്ല. അങ്ങനെ ഒരു 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 ശ്രമം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സഹകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. എന്നുവെച്ചാൽ ഒരു വികാസ പ്രക്രിയ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നിലനിർത്താൻ പുള്ളി ശ്രമിക്കും, ശരിയാണ്. പക്ഷെ അതല്ല, വീടെന്നുള്ളത് ഇപ്പോൾ എങ്ങനെയാണോ ഉള്ളത് അതിനെ അങ്ങനെ തന്നെ നിലനിർത്താനാണ്. അപ്പൊ അതിനെ പരിചരിക്കുക, അതിനെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. സത്യത്തിൽ അതിനെ അത് തന്നെയാക്കി നിലനിർത്താനുള്ള ശ്രമത്തിനെയാണ് സുസ്ഥിരത എന്ന് പറയുന്നത്. അപ്പോ തന്നെയും താൻ നിൽക്കുന്ന ചുറ്റുപാടിനെയും അതേപടി നിലനിർത്തിക്കൊണ്ടുപോകാൻ സ്ത്രൈണത സദാ ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് നിരന്തര പ്രക്രിയയാണ്, എപ്പോഴെങ്കിലും തോന്നിയിട്ട് ചെയ്യുന്നതല്ല. നിരന്തരമായിട്ട് അത് അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുക. താൻ തന്റെ ചുറ്റുപാടുള്ള അവസ്ഥ, ആ പരിസരം, അതിനെ അങ്ങനെ തന്നെ നിലനിർത്താൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിൽ നിന്ന് കടുകിടം മാറാൻ ശ്രമിക്കില്ല ഈ സ്ത്രൈണത എന്നുള്ളത്. അതുകൊണ്ട് തന്നെ താൻ ഉൾപ്പെടുന്ന വ്യവസ്ഥയിലെ എല്ലാ ഘടകങ്ങളുമായും തുല്യ അകലത്തിലും പ്രാധാന്യത്തിലും സദാ ബന്ധപ്പെട്ട് നിൽക്കും, അതിനെ കൈകാര്യം ചെയ്യും. ഇപ്പോ വീട്ടില് ആരൊക്കെയുണ്ടോ എല്ലാവരുമായിട്ടും ഈ സ്ത്രൈണത ഉള്ളവർ ഒരുപോലെയുള്ള ഒരു അകലം ആയിരിക്കും പാലിക്കുക. എല്ലാവരുമായിട്ടും കണക്ട് ചെയ്തിട്ടായിരിക്കും നിൽക്കുക. ഇപ്പോ പൗരുഷമുള്ളവരാണെങ്കിൽ അങ്ങനെയല്ല. അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള, അവരേറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കുറച്ച് പേരിലെ ആയിരിക്കും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. സ്ത്രൈണത പറയുന്നത് എല്ലാവരിലും ഫോക്കസ് ഉണ്ടാകില്ല എന്നല്ല, ഒട്ടും ഫോക്കസ് ഉണ്ടാകില്ല എന്നല്ല, എങ്കിലും എല്ലാവരുടെയും കാര്യങ്ങളിൽ അവരുടെ അറ്റൻറ്റീവ്നെസ് ഉണ്ടാവും. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും അടുത്തെത്തും. അതുകൊണ്ട് ദോഷം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ അടുത്തും വേണ്ടത്ര എത്തില്ല. ഉള്ള സമയം എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് എല്ലായിടത്തും വേണ്ടത്ര എത്തില്ല. അപ്പൊ എന്താന്ന് വെച്ചാല് ഈ പൗരുഷമുള്ള ആളുകൾ നോക്കുന്ന സമയത്ത് ആ കാര്യം ഇയാൾ ശ്രദ്ധിച്ചിട്ടില്ല, ഈ കാര്യം അയാൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു ആരോപണം വരാൻ സാധ്യതയുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ ഈ ഉള്ള സമയം എല്ലായിടത്തും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോവുകയാണ്. അപ്പൊ വേണ്ടടുത്ത് എത്തുക എന്നുള്ളൊരു കാര്യം ഇയാളെ നോക്കുന്ന സമയത്ത് ഉണ്ടാവില്ല. പക്ഷെ അയാളുടെ കാര്യത്തിൽ അയാൾ എല്ലാത്തിലും എത്തിയിട്ടുണ്ട്.
സ്ത്രൈണതയുള്ളവർ എല്ലാത്തിലും എത്തിയിട്ടുണ്ട്. ഓക്കെ, അവര് ഇതിന്റെ എല്ലാത്തിലും എത്തുന്ന സമയത്ത് അവർ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായിട്ടൊന്ന് ഫോക്കസ് ചെയ്യുന്ന പ്രവണത അവരിൽ കുറവായിരിക്കും. ഏതെങ്കിലും ഒരു കാര്യത്തിന് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് അവർ മാറണം. എല്ലാത്തിലും അവർ കണക്ട് ആവില്ല. മറ്റേതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രമായിട്ട് അവർ ഫോക്കസ്ഡ് ആവില്ല. ആകാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് താൽക്കാലികമായിട്ടൊരു പരിചരണത്തിന്റെ ഭാഗമായി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിലും അത് എത്തില്ല. ഈ ഒരു കാര്യമുണ്ട്. അതായത് ഒരു വ്യക്തിയുടെ കാര്യത്തില് അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ നിങ്ങളൊരു ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യം കുടുംബം തീരുമാനിക്കുക, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാമായും കണക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ചെയ്യും എന്നല്ലാതെ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യത്തിലേക്ക് പൂർണ്ണമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുവാൻ സ്ത്രൈണതയുള്ളവർക്ക് അല്പം ബുദ്ധിമുട്ടായിരിക്കും. കാരണം എല്ലാത്തിലും അവരുടെ ശ്രദ്ധ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ എല്ലാത്തിനും ഒരുപോലെ കൈകാര്യം ചെയ്താൽ തിരക്കൊഴിഞ്ഞൊരു സമയം അവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രത്യേകത. ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരിക്കും. രാവിലെ എഴുന്നേൽക്കുന്നതാണോ വൈകുന്നേരം വരെയും ഇവർ എൻഗേജ്ഡാണ്, തിരക്കിലായിരിക്കും. അപ്പൊ കാരണം സർവ്വകാര്യങ്ങളിലും കൺസേൺഡ് ആയിരിക്കും. നമ്മുടെ കൂട്ടത്തിലേക്കുള്ള ചില പുരുഷന്മാർ, സ്ത്രൈണതയുള്ള പുരുഷന്മാരുടെ ചില അവസ്ഥകളുണ്ട്. രാവിലെ മുതൽ രാത്രി വരെയും രാത്രി ഉറങ്ങാനുള്ള സമയം കിട്ടില്ല. പകല് കണ്ട കാര്യങ്ങൾ വെച്ചാൽ വീട്ടിലെ കാര്യങ്ങൾ മാത്രമല്ല, നാട്ടിലുള്ള ആളുകളുടെ കാര്യത്തിൽ വരെ ഇടപെടുകയും അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരിക്കും. അവർക്ക് ഒഴിവെന്നുള്ള സമയമേ ഉണ്ടാവില്ല. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കാര്യങ്ങളെല്ലാം വൈകാരികമായ സ്വപ്നങ്ങളാൽ പരസ്പരം ബന്ധിക്കുകയും ഓർമ്മകൾ വൈകാരികമായി ക്രമപ്പെടുകയും ചെയ്യും. ഇവരുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു പ്രത്യേകതയാണ്. ഇവര് ഒരു കാര്യത്തെ ഓർക്കുന്നത് അത് എന്ത് ഇമോഷൻ എന്റെ ഉള്ളിൽ ഉണ്ടാക്കി എന്നുള്ള ഒരു കാര്യമാണ്. ഞാൻ ഒരു ചക്ക എടുക്കണം. ഈ ചക്ക എന്നുള്ളത് ആദ്യമായിട്ട് കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ചക്ക എന്നുള്ള ഒരു കാര്യത്തെ ഒരാൾ കൊണ്ടു തരികയാണ്. ആ തരുന്ന സമയത്ത് ഞാൻ എന്ത് വൈകാരികാവസ്ഥയിലൂടെയാണ് കടന്നുപോയത്, ആ വൈകാരികാവസ്ഥയെ ഞാൻ എടുക്കുന്നു. ആ വൈകാരികാവസ്ഥ എടുത്തിട്ട് ചക്ക എനിക്ക് തന്നപ്പോ എനിക്ക് സന്തോഷം തോന്നി. ഇതുപോലൊരു സന്തോഷം ഇതിനു മുമ്പുണ്ടായത് ഇന്ന ആള് ഇന്നത് ചെയ്തപ്പോഴാണ് എന്നുള്ളതാണ്. ചക്ക എന്നുള്ള ഇൻഡെക്സിലായിരിക്കില്ല അത് പോവുക. ചക്കയ്ക്ക് പകരം ചക്ക തരാൻ അയാൾ കാണിച്ച ആ സന്മനസ്, അല്ലെങ്കിൽ ചക്ക കൊണ്ടുവരാൻ അയാള് എന്നോട് കാണിച്ച ആ ഒരു കരുതൽ, ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കരുതൽ എന്നുള്ളൊരു അവസ്ഥയുമായിട്ടാണ് ഇയാൾ കണക്ട് ചെയ്യുക, റിലേറ്റ് ചെയ്യുക. എന്നിട്ട് ചക്ക എന്നുള്ള വസ്തുവുമായിട്ടല്ല, വികാരങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇൻഡെക്സ് ചെയ്യുക. അതിനനുസരിച്ചാണ് ഓർമ്മകളെല്ലാം ഉള്ളിൽ നിൽക്കുക. ഈ സ്ത്രൈണതയുള്ളവരുടെ പ്രധാന പ്രത്യേകത ഇതാണ്. ഇതിന് രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പൗരുഷമുള്ളവർക്ക് ഈ സംഭവമായിട്ട് മനസ്സിലാവൂല എന്നുള്ളതാണ്. ഇവര് ഇൻഡെക്സിങ് എന്നുള്ളത് ഇപ്പൊ അതായത് ആൻഡ്രോയിഡ് ഫോണിലെ ഒരു ഫോർമാറ്റ് ഐഫോണിൽ മനസ്സിലാവില്ല, ഐഫോണിന്റെ ഫോർമാറ്റ് ആൻഡ്രോയിഡ് ഫോണിന് മനസ്സിലാവില്ല. ഇതുപോലെ തന്നെ ഈ സ്ത്രൈണതയുള്ളവരുടെ ഇത്തരം ഇൻഡെക്സിങ് എന്നുള്ളത് പൗരുഷമുള്ളവർക്ക് നോക്കിയാൽ മനസ്സിലാവില്ല. ഇതെന്തിനാ ഇവർ ഇങ്ങനെ കരുതുന്നത്, ഇതെന്താ ഇപ്പൊ എവിടെന്നാ പൊക്കിക്കൊണ്ടുവരുന്നത് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ എപ്പോഴും പറയുന്ന ആ ഒരു ഉദാഹരണം ഉണ്ടല്ലോ, സൈനബ ടീച്ചറുടെ മീശ എന്ന് പറയുന്ന ഒരു അവസ്ഥ. എന്നോ സ്കൂളിൽ വന്നുപോയ ഒരു ട്രെയിനിങ് ടീച്ചറാണ് സൈനബ ടീച്ചർ. ടീച്ചർ വന്നപ്പോ ടീച്ചർക്ക് ഒരു പൊടിമീശ ഉണ്ടായിരുന്നു എന്നത് കാര്യം മാഷ് കണ്ടു. മാഷ് വീട്ടിൽ വന്ന് പറയുകയും ചെയ്തു. ടീച്ചർ പോയിട്ട് വർഷം 3-4 ഇപ്പോ ഇന്ന് വൈകിട്ട് വരുന്ന സമയത്ത് വീട്ടിന്റെ മുമ്പിൽ ഇരുട്ടായിരുന്നു. വൈകുന്നേരം എന്ന് വെച്ചാൽ ഒരു 6-6:30 ആകുമ്പോൾ വരുന്ന സമയത്ത് മാഷ് സ്കൂട്ടർ അതിന് മുമ്പിൽ കിടക്കുന്ന മറ്റേ ഇഷ്ടികയിൽ തട്ടി മറിയാൻ പോയപ്പോ അയാൾ ഇറങ്ങി വന്ന ഉടനെ ഭാര്യയോട് ചോദിച്ചു, നിനക്ക് വൈകുന്നേരം ആ ലൈറ്റ് ഒന്ന് ഇട്ട് വെച്ചുകൂടായിരുന്നു എന്ന്. അതിന് ഇരുട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ മനുഷ്യനെ കാണണ്ടേ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോ ഭാര്യ ചോദിച്ച ചോദ്യം, അതിന്റെ സൈനബ ടീച്ചറുടെ മീശ അന്ന് കാണാൻ കണ്ണുണ്ടായിരുന്നല്ലോ, ഇപ്പൊ എന്താ ഈ ഇത്രയും വലിയൊരു ഇഷ്ടിക കാണാൻ ബുദ്ധിമുട്ടെന്നുള്ളത്. ഈ വക പ്രശ്നങ്ങള് അതെന്ന് വെച്ചാൽ ആ ഈവന്റുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ ഓർക്കും. ഈവന്റുമായി ബന്ധപ്പെട്ടിട്ട് അത് അപ്പോൾ ഉണ്ടാക്കിയ വൈകാരികാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് ഓർക്കുക. അപ്പോ ഈ സ്ത്രൈണ വ്യക്തിത്വങ്ങളുടെ ജീവിത ചലനത്തിന് കാരണമായ വ്യക്തികളുമായ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തുന്നതിന് പകരം അപ്പോഴുണ്ടായ വികാരങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളുമായിട്ടാണ് അവർ അതിനെ ബന്ധിപ്പിക്കുക. അതിനെ ചിലപ്പോൾ വ്യക്തികളായിട്ട് കണക്ട് ചെയ്യും, പക്ഷെ വികാരം എന്നുള്ള സംഭവത്തെ വെച്ചുകൊണ്ടാണ് അവരതിനെ ഇൻഡെക്സ് ചെയ്യുക. അപ്പൊ ഇത്
നമ്മൾ പറഞ്ഞു വരുമ്പോ ഇതില് ഓരോ പാരഗ്രാഫ് ആയിട്ടാണല്ലോ നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പൊ അതില് പറഞ്ഞു വരുന്ന സമയത്ത് ഈ ഒരു ഗുണം സ്ത്രീക്ക് ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടാനാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. അതായത് എല്ലാവരുമായിട്ടും സമമിതമായിട്ടുള്ള ഒരു അവസ്ഥ സ്ത്രീ സൂക്ഷിക്കും. വീട്ടിലുള്ള വസ്തുക്കളുമായിട്ട്, വ്യക്തികളുമായിട്ട്, കാര്യങ്ങളുമായിട്ടെല്ലാം തന്നെ സമമിതമായ രീതിയിൽ എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ ഇടപെടാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഒന്നിലും പൂർണ്ണമായിട്ടുള്ള അറ്റൻഷൻ കൊടുക്കൽ ഉണ്ടാവില്ല. പൂർണ്ണമായിട്ടുള്ള അറ്റൻഷൻ കൊടുക്കാതെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നില്ല, ഒരു കാര്യത്തെ പൂർണ്ണമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പൗരുഷമുള്ള ഒരാൾ അപ്പുറത്തുണ്ടാവുന്ന സമയത്ത് അയാളുടെ നോട്ടത്തിൽ ഇയാൾ ഒന്നിലും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അയാൾ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ ഇയാള് വേണ്ടത്ര ശ്രദ്ധ നൽകുന്നില്ല എന്നുള്ളതാണ് കാര്യം. പക്ഷെ അയാൾ ശ്രദ്ധിക്കാത്ത എല്ലാ കാര്യങ്ങളും ഇയാൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു വശമാണ്. അത് അയാൾക്ക് കാണാനും കഴിയില്ല. കാരണം മസ്കുലിനിറ്റി ആ രൂപത്തിലാണ് കാണുന്നത്. അതുകൊണ്ട് സിമെട്രിക്കൽ ആയിട്ടാണ് സ്ത്രീ കാര്യങ്ങളെ കാണുക, അല്ലെങ്കിൽ സ്ത്രൈണത കാര്യങ്ങളെ കാണുക. സ്ത്രീ എന്നുള്ളതല്ല, സ്ത്രൈണത കാര്യങ്ങളെ കാണുക. രണ്ടാമത് ഇമോഷനെ ബേസ് ചെയ്തിട്ടാണ് അവർ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുക. വൈകാരികതയെ ബേസ് ചെയ്തിട്ടാണ്, അല്ലാണ്ട് കേവല ബിംബങ്ങളെ, വസ്തുബിംബങ്ങളെ, സാഹചര്യ ബിംബങ്ങളെ ഓർത്തിട്ടായിരിക്കില്ല. അതിന്റെ വികാരങ്ങളെ ഓർത്തുകൊണ്ടായിരിക്കും, അവയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യും. അപ്പൊ ഈ രണ്ട് ഗുണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഇന്നത്തെ പാഠത്തിൽ പറയുന്നത്. അപ്പൊ അത് നിങ്ങളുടെ ഉള്ളിൽ സ്ത്രൈണതയോ പൗരുഷമോ അധികമായിട്ടുള്ളത് എന്നുള്ളത് നിരീക്ഷിക്കുക. അതുപോലെ തന്നെ അതിൽ എന്താണ് ഈ സ്വഭാവം പ്രകടമായി കാണുന്നത്, നിങ്ങളുടെ ഉള്ളിൽ അത് ഏത് രൂപത്തിലൊക്കെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്നും നിരീക്ഷിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഈ ഒരു ശ്രദ്ധയിലേക്ക് നിങ്ങളുടെ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.